വളരെ കാമ്പുള്ള ഒരു പ്രസംഗം നടത്തിയ മുൻ SFIയുടെ ദേശീയ നേതാവ് സഖാവ് നിതീഷ് നാരായണൻ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഈ റാലിയിൽ നിങ്ങളെ എല്ലാവരെയും മുന്നിൽ നിന്നും നയിച്ചിവിടെ എത്തിച്ചേർന്ന കാഞ്ഞങ്ങാട് നഗരസഭയുടെ LDFന്റെ 47 സ്ഥാനാർത്ഥികളെ, ഈ പ്രകടനത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രവർത്തകരെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പിന് 2-3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിന് വലിയ രാഷ്ട്രീയമാനങ്ങൾ കാണാതെ പത്രമാധ്യമങ്ങൾ വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൊടുക്കുന്നതിന് പകരം UDFന്റെയും BJPയുടെയും പൊതുയോഗങ്ങൾ, 40 ലക്ഷം പൊതുയോഗങ്ങൾ എല്ലാ ദിവസവും അവർ നടത്തി കൊടുക്കുന്നുണ്ട്. 40 ലക്ഷം പൊതുയോഗങ്ങൾ. ആ 40 ലക്ഷം പൊതുയോഗങ്ങളെ നേരിടാനാണ് നമ്മൾ ഈ ഒരു 10,000 പൊതുയോഗങ്ങളെങ്കിലും LDF നടത്തണ്ടേ. UDFന് വേണ്ടിയും BJPക്ക് വേണ്ടിയും നടത്തുന്ന 40 ലക്ഷം പൊതുയോഗങ്ങൾ ഏതാണെന്ന് നിങ്ങളെപ്പോഴെല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാ പൊതുയോഗങ്ങളും നിങ്ങളുടെ വീട്ടിലാണ്. 40 ലക്ഷം TV ഉണ്ട് കേരളത്തിൽ. ആ 40 ലക്ഷം TVയിലൂടെയുള്ള ചർച്ചകളെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ചർച്ചകളും പ്രസംഗങ്ങളുമാണ്. അത് നേരിട്ട് വോട്ടർമാരുടെ അടുത്തെത്തുകയാണ്. അത് നിരന്തരം കാണുകയാണ്. നുണയെ ആവർത്തിച്ച് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധാരണയിൽ നിന്നും നമ്മുടെ നാട്ടുകാരെ മാറ്റിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ നല്ല പണിയെടുക്കണം, നന്നായി വിയർക്കണം. ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും LDFന് വോട്ട് ചെയ്യുന്നവരാണെന്നറിയാം. നിങ്ങളിവിടെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് വോട്ടൊന്നും ഞെക്കിയണം. കൂടുതൽ ശക്തിയിൽ ഞെക്കിയത് കൊണ്ട് 2 വോട്ടൊന്നും ആവില്ല. പിന്നെ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരുവോരത്ത് ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ നടത്തുന്നതും പ്രകടനങ്ങൾ നടത്തുന്നതും 10,000-കണക്കിന് കുടുംബയോഗങ്ങൾ നടത്തുന്നതും എന്തിനാണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിൽ നഗരസഭകളും പഞ്ചായത്തുകളും ജയിക്കുന്നതും പരാജയപ്പെടുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയവും ജനാധിപത്യ ബോധവും നിലനിൽക്കണം എന്നതുകൊണ്ടാണ്. വോട്ട് ചെയ്യുന്നവർ അറിഞ്ഞു വോട്ട് ചെയ്യണം. ഉത്തരേന്ത്യയിലെ വോട്ടർമാരുടെ കൂട്ടത്തെ ആലയിലേക്ക് ആടിനെ തെളിച്ചു കയറ്റുന്നത് പോലെ പോളിംഗ് ബൂത്തിൽ തെളിച്ചു കയറ്റിയിട്ട് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നവർക്ക്, പണം കൊടുത്തവർക്ക് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന വളരെ ലഘുവായ പ്രക്രിയയല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ ഗൗരവതരമായി രാഷ്ട്രീയത്തെ പറ്റി ചർച്ച ചെയ്യും. ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും അന്താരാഷ്ട്ര രാഷ്ട്രീയവും ആകാശ രാഷ്ട്രീയവും, ഇൻഡിഗോ വിമാനങ്ങൾ ഓടാതെ വിമാനത്താവളങ്ങളിൽ പടഞ്ഞു വീഴുന്ന ആ മനുഷ്യരുടെ രാഷ്ട്രീയവും ജനങ്ങൾ ചർച്ച ചെയ്യും. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയം ചർച്ച ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കർക്കടക മാസത്തിൽ ഉയർന്നു വരുന്ന കുറുക്കഞ്ഞണ്ടിനെ പോലെ തെരഞ്ഞെടുപ്പിന് അടുപ്പിച്ചു മാത്രം പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന പുതിയ ഷോളുകളും പുതിയ റോസ് പൗഡറുകളും പൂശിയിട്ടിറങ്ങുന്ന നല്ല പണം ചെലവഴിച്ച ഫ്ലക്സ് ബോർഡിലെ സുന്ദരന്മാരും സുന്ദരികളും അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. അവർ ജനങ്ങളുടെ കൂടെ നിന്ന് കോവിഡ് വരുമ്പോഴും, നിപ്പ വരുമ്പോഴും, പ്രയാസം വരുമ്പോഴും, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും, പ്രളയം ഉണ്ടാകുമ്പോഴും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് തന്റെ മുതുക് കാണിച്ചിട്ട് തോണിയിൽ കയറാൻ കാണിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരാണ്
ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF-ന്റെ പ്രവർത്തകർ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. 1 രാഷ്ട്രീയം, 2 നാടിന്റെ വികസനം, 3 സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്വം. അല്ലാതെ സൗന്ദര്യമല്ല, സൗന്ദര്യ മത്സരങ്ങളല്ല ഇത്. ഞാൻ വരുന്ന വഴിയിൽ 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന വഴിയിൽ വെച്ച ബോർഡുകൾ കണ്ടപ്പോ ഞാനിങ്ങനെ ആശങ്കപ്പെട്ടു. നമ്മുടെ കേരളത്തിലേക്ക് സിനിമാ നടികളെയും നടന്മാരെയും അന്വേഷിച്ചിട്ട് എന്തിനാണ് സംവിധായകന്മാർ കേരളത്തിന്റെ പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ പോകുന്നത്? എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു സൗന്ദര്യ മത്സരമല്ല. പക്ഷെ സൗന്ദര്യം നോക്കേണ്ടതുണ്ട്. ആ സൗന്ദര്യം ആന്തരിക സൗന്ദര്യമാണ്, തൊലിപ്പുറത്തെ സൗന്ദര്യമല്ല. ആ ആന്തരിക സൗന്ദര്യം ഉണ്ടാകുന്നത്, ഒരു മനുഷ്യന്റെ ആന്തരിക സൗന്ദര്യം ഉണ്ടാകുന്നത് അവന്റെ ജീവിക്കുന്ന പ്രദേശത്തെ ജനങ്ങളോടും ആ പ്രദേശത്തിന്റെ വികസനത്തോടും ഭൂപ്രകൃതിയോടും അവിടുത്തെ സംസ്കാരത്തോടും ചരിത്രത്തോടും അവനുള്ള കമ്മിറ്റ്മെന്റും അതിലുള്ള ഇടപെടലും കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ആന്തരിക സൗന്ദര്യം വളരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ ഒരു തട്ടിൽ നിർത്തി ബാക്കി എല്ലാ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെയും മറുതട്ടിൽ നിർത്തിയാലും ചരിത്രബോധത്തിന്റെ, രാഷ്ട്രീയ ബോധത്തിന്റെ, സാമൂഹ്യ പ്രതിബദ്ധതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ സൗന്ദര്യബോധത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഏറെ മുന്നിലായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഇവിടെ തർക്കമുണ്ടാവുമോ? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ വിശദമായി, വളരെ മനോഹരമായിട്ട് ഉദ്ഘാടകൻ ഇവിടെ പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഏറെ ഒന്നും പറയേണ്ടതില്ല. നമ്മുടെ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, സ്ഥാലീകുലാകൻ ന്യായം. കേട്ടിട്ടുണ്ടോ? പച്ച മലയാളത്ത് പറഞ്ഞാൽ ചോറ് വെന്തോ നോക്കുന്ന ന്യായം. ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ചു നോക്കേണ്ടതില്ല. 1 2 വറ്റ് പിടിച്ചു നോക്കിയാൽ കേരളത്തിന്റെ മൊത്തം, ആ കലത്തിലെ മൊത്തം വറ്റിന്റെ വേവ് മനസ്സിലാവും. അതുപോലെ കേരളത്തിന്റെ മൊത്തം ജീവിതാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഉണ്ടാകുന്നതിനും ലോകാരോഗ്യ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികരായ മലയാളികൾ നാട്ടിലുണ്ടാക്കിയ ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലിന്റെ പേര് ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്ന്. ഈ ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്ന ആ പഴഞ്ചൊല്ലാണ് ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെ ലക്ഷണമായിട്ട് ലോകത്ത് മുഴുവൻ അംഗീകരിച്ചത്. ആ അംഗീകരിച്ച മാനദണ്ഡ പ്രകാരമാണ് ഉദ്ഘാടകൻ പറഞ്ഞത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ശിശു മരണ നിരക്കിനെ പറ്റിയിട്ട്. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ, ഉത്തരധ്രുവത്തിന്റെ തൊട്ടുതാഴെയുള്ള രാജ്യങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാണ് ഒരു രാജ്യത്തിന്റെ വികാസം. എത്ര കെട്ടിടങ്ങൾ ഉണ്ടെന്നോ, എത്ര സൈന്യമുണ്ടെന്നോ, എത്ര ആറ്റം ബോംബുകൾ ഉണ്ടെന്നോ അല്ല ഒരു രാജ്യത്തിന്റെ വികാസത്തിന്റെ മാനദണ്ഡം ആ രാജ്യത്തെ, ആ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം സന്തുഷ്ടരാണ് എന്നതാണ്. അക്കാര്യത്തിൽ നമ്പർ 1 നിൽക്കുന്ന ആ രാജ്യം, 1000 കുട്ടികൾ ജനിച്ചാൽ 4 കുട്ടികൾ മാത്രം മരിച്ചു പോകുന്ന, ബാക്കി 996 കുട്ടികളും അതിജീവിക്കുന്ന രാജ്യം, അവരാണ് പോലും ലോകത്തിന്റെ ഏറ്റവും വികസിത രാജ്യം. ഉത്തർപ്രദേശ് എവിടെയാണ്? ഉത്തർപ്രദേശ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച കഥകളുള്ള നാടാണ് ഉത്തർപ്രദേശ്. എന്താണത്? സന്താന ഗോപാലകൃഷ്ണ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഈ സന്താന ഗോപാലകൃഷ്ണൻ എന്ന പേര് വന്നത് മരിച്ചു പോകുന്ന കുട്ടികളെ കണ്ട് നിലവിളിക്കുന്ന ബ്രാഹ്മണനോട് ശപഥം ചെയ്തു പോലും അർജുനൻ, എന്റെ ഗാന്ധീവം എന്ന വില്ല് കൊണ്ട് ഞാൻ ഏത് കാലനെയും തടുത്തു നിർത്തിയിട്ട് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഗാന്ധീവം കൊണ്ട് തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അഗ്നി പ്രവേശം നടത്തി എന്റെ ജീവൻ വെടിയുന്നതായിരിക്കുമെന്ന് ശപഥം ചെയ്തു. അങ്ങനെ അടുത്ത പ്രസവത്തിന് തൊട്ടു മുമ്പ് അർജുനൻ തന്റെ വില്ലും കുലച്ചിട്ട് കാലനെ നേരിടാൻ കാത്തുനിന്നോ, പക്ഷേ അകത്തുനിന്നും നിലവിളി വന്നോ. മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ചാവുള്ളയായിരുന്നു. തന്റെ ഗാന്ധീവം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ഇച്ഛാഭംഗത്തോടു കൂടി അഗ്നിപ്രവേശനം ചെയ്യാൻ പരിശ്രമിക്കുന്ന ആ അർജുനനെ കൂട്ടിയിട്ട്
ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് സ്വർഗത്തിലേക്ക് പോയി. അന്ന് സ്വർഗത്തിലേക്ക് മെട്രോ സർവീസ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടുന്ന് ഈ മരിച്ചുപോയ കുട്ടികളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ബ്രാഹ്മണന് കൊടുത്തൊരു കഥയുണ്ട് പുരാണത്തിൽ, ഭാഗവതത്തിൽ. അതിനുശേഷമാണ് കൃഷ്ണന് സന്താനഗോപാലകൃഷ്ണൻ എന്ന് പേര് വന്നത്. ആ കൃഷ്ണന്റെ ജന്മസ്ഥാനം യുപിയിലെ മധുരയാണ്. ആ കൃഷ്ണൻ ഓടിക്കളിച്ച് അമ്പാടിയും വൃന്ദാവനവും യുപിയിലാണ്. അവിടെ 1000 കുട്ടികൾ ജനിച്ചാൽ 60 കുട്ടികൾ മരിച്ചു പോകുന്നു. എന്തേ 60 കുട്ടികൾ മരിച്ചു പോകുന്നു? ഇന്നലത്തെ പത്രത്തിൽ നിങ്ങളൊരു വാർത്ത കണ്ടോ? ലോകത്ത് കുട്ടികളുടെ മരണ റേറ്റിംഗിൽ 1-ാം നമ്പർ നൈജീരിയ, ആഫ്രിക്കൻ രാജ്യം. 2-ാം നമ്പർ കോങ്കോ, 3-ാം നമ്പർ ഇന്ത്യ. കുട്ടികളുടെ മരണത്തിന്റെ കണക്ക് വന്നു. കുട്ടികളെ രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനും ഒരു സമൂഹത്തിനും എന്തിന്? നമ്മളെല്ലാം ഈ പ്രകൃതിയും ബോധമുള്ള മനുഷ്യരും അവന്റെ അധ്വാനം മുഴുവൻ ചെലവഴിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്, അല്ലേ? പ്രകൃതി എന്തിനാണ് ഈ പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത്, മാനിന് കസ്തൂരി മണം ചേർക്കുന്നത്, ഇരുമീനക്കായിട്ട് ഒരു സാഗരം തീർക്കുന്നത്? ഇതൊക്കെ ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോൻ അതിഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയിൽ കുട്ടികളെ സൃഷ്ടിക്കുവാനും അവരെ വളർത്തുവാനും വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെ പറ്റി ബോധമുള്ള മനുഷ്യരും പ്രധാനപ്പെട്ട ലക്ഷ്യം കുട്ടികളാണ്. ആ കുട്ടികളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റാണ് ഏറ്റവും നല്ല ഗവൺമെന്റ്. ഈ കേരളം എങ്ങനെയായിരുന്നു കുട്ടികൾ? ഞാൻ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഇപ്പൊ ടൂറിന്റെ കാലമാണ്, എല്ലാവരും ടൂറാണ്. ആ ടൂറെല്ലാം പോകുന്നതെല്ലാം നഗരങ്ങളിലൂടെയാണ്. പക്ഷെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ആ ഗ്രാമങ്ങളിലുള്ള അവസ്ഥകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പോയത് ആസാമിലെ ഗ്രാമങ്ങളിലായി. ആസാമിലെ ഗ്രാമങ്ങളിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ കണ്ടപ്പോൾ എനിക്ക് ഒരു യേശുദാസിന്റെ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം. എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നത്? എന്റെ കുട്ടിക്കാലത്തെ എന്ന് പറഞ്ഞാൽ അധികം പഴക്കമൊന്നുമില്ല കേട്ടോ. എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ 1974 ഞാൻ 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. ആ 74 മുതൽ ഒരു 85 വയസ്സ് 84 വരെയുള്ള കാലഘട്ടത്തിൽ എന്റെ നാട്ടിൽ വയനാടൻ കുന്നിന്റെ താഴ്വരയിലുള്ള കണ്ണവങ്കാട്ടിന്റെ അടുത്തുള്ള എന്റെ ഗ്രാമത്തിലെ കുട്ടികളുടെ കോലം ഞാനൊന്ന് വർണ്ണിക്കാം. എങ്ങനെയായിരുന്നു കോലം? അന്നത്തെ കുട്ടികളെല്ലാം ആദ്യം എഴുതാൻ അക്കം പഠിച്ചത് 1, 2, 3 എന്നായിരുന്നില്ല, 11 എന്നായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യം പഠിച്ച അക്കം. കൈകൊണ്ടല്ല എഴുതുക, മൂക്കുകൊണ്ടാണെന്ന് മാത്രം. മൂക്കുകൊണ്ട് വരയ്ക്കുക എന്നതുപോലെയല്ല. സകല കുട്ടികൾക്കും ജലദോഷമായിട്ട് മൂക്കുന്ന് 11 ഇറങ്ങി വരുന്നുണ്ടാവും. അത് കൈകൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഇടത്തെ കയ്യിൽ മുഴുവൻ ഒച്ചുവലിഞ്ഞ പോലെ ഒരു കലയും കൊണ്ട് നടക്കുന്ന കുട്ടികൾ. അന്ന് ഞങ്ങളുടെ അസ്ഥികളെല്ലാം എണ്ണിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ കാണാമായിരുന്നു. പക്ഷെ വയറിന് വലിപ്പം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടല്ല, ഗ്രഹണി എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നിട്ട് ചുമരിന് കിണ്ണഞ്ചാരി പോലത്തെ ഒരു വലിയ വയറുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ തലയിൽ ഇഷ്ടംപോലെ പേനുണ്ടായിരുന്നു. അന്ന് ഈരണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പേരിന് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് പൊട്ടിക്കുമ്പോ അന്ന് പൊട്ടിക്കുന്ന സ്ത്രീകളുടെ വായിൽ നിന്ന് വെള്ളം വരുമ്പോ എന്ന് വലിച്ചു ഓർമ്മയുണ്ടോ? പഴയ തലമുറക്ക് ഓർമ്മയുണ്ടോ? അന്ന് നഖങ്ങളെല്ലാം കുഴിനഖമായിരുന്നു. വായിലുള്ള പല്ലുകൾ ഒന്നിക്ക് കൊന്ത്രപല്ലല്ല, പുഷ്പല്ലായിരുന്നു. അന്ന് ഞങ്ങൾ ഉടുത്ത ട്രൗസറിന് കുടുക്കുണ്ടായിരുന്നില്ല. സേഫ്റ്റി പിന്നൊന്നല്ല പറയാ, മുന്നൂത്തി കുത്തിയ ട്രൗസറായിരുന്നു. അങ്ങനെ കോലം കെട്ട് നടക്കുന്ന ആ കുട്ടികൾ, അതായിരുന്നു എന്റെ ബാല്യം. ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും ഒരു കുട്ടിയെ അതുപോലെ കാണുമോ? നമ്മുടെ കുട്ടികൾ എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ്, എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ എന്റെ നാട്ടിലെ പഞ്ചായത്ത് റാലിയിൽ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ചുകുട്ടി ഇന്നലെ വീട്ടിലെത്തിയിട്ട് മുദ്രാവാക്യം തുറന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചുകുട്ടിയുടെ അച്ഛന്റെ അമ്മയാണ് വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ നിലവിലുള്ള നഗരസഭയുടെ അധ്യക്ഷ.
മനസ്സിലായി? അവരുടെ മകന്റെ ഭാര്യ കൂടെ എന്റെ നാട്ടിൽ, മകന്റെ ഭാര്യയുടെ അമ്മ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ സുന്ദരന്മാരും സുന്ദരികളുമായത് മേക്കപ്പ് റൂം പോയിട്ടല്ല, ബ്യൂട്ടി പാർലറിൽ പോയിട്ടല്ല, നമ്മുടെ നാടിന്റെ വികാസത്തിന്റെ ഒരു ലക്ഷണമാണത്. എന്നാൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ കുട്ടികൾ ആ അവസ്ഥയിൽ തുടരുകയാണ്. ആ കുട്ടികൾ എന്തുകൊണ്ടാണ് മാറ്റം എന്നതിന് ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ മാസം സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഒരു വല്ലാതെ നെഞ്ഞരക്കണ്ട കത്തുന്ന ഒരു വീഡിയോ കണ്ടു ഞാൻ. മധ്യപ്രദേശിലെ ഒരു അംഗനവാടിയിൽ 50 കുട്ടികൾ നിരന്നു നിന്ന് ഇരുന്നിട്ട് അവർക്ക് കഞ്ഞി വിളമ്പുകയാണ്. കഞ്ഞി വിളമ്പുന്ന പാത്രമേതാ? ഞാൻ LP സ്കൂൾ UP സ്കൂൾ പഠിക്കുമ്പോ 4 വരെയുള്ള കുട്ടിയൊക്കെ ഉപ്മാവുള്ളൂ. 5ാം ക്ലാസ്സിൽ മുതൽ 7 വരെ ഉപ്പുമാവില്ല. അപ്പൊ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ആചാരം കുറഞ്ഞെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ, ഉപ്മാവ് ബാക്കിയുണ്ടെങ്കിൽ ശിവായി രാഘവൻ ചട്ടവും കൊണ്ട് ഈ ചീനച്ചട്ടിക്കൊരു അടിയുണ്ട്. അപ്പോ ഉപ്മാവ് ബാക്കിയുണ്ട്, ഞങ്ങൾ ഓടിച്ചെല്ലും. ആ ശബ്ദത്തിനായി കാതോർക്കും. അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും, കുട്ടിയൊക്കെല്ലാം ചെങ്ങണ്ട് വരട്ടെ, കുട്ടിയൊക്കെല്ലാം മുണ്ടിരിക്കം വരട്ടെ എന്നത്, എന്നാലും നമുക്ക് ഉപ്മാവ് കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക് പ്ലേറ്റ് ഉണ്ടാവില്ല. ഞങ്ങളന്ന് ഉപ്പായത്തിന്റെ കോന്തലയിലായിരുന്നു ഉപ്പുമാവ് ആണെത്തുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ അത് ആലോചിക്കുമ്പം നമുക്ക് വല്ലാത്തൊരു ഇച്ഛാബന്ധം വരും. എന്നാൽ ഈ മധ്യപ്രദേശിലുള്ള കാലം എന്താ സംഭവിച്ചത്? ഇത് ഞാൻ പറഞ്ഞ 45 കൊല്ലം മുമ്പുള്ള. എന്നാൽ ChatGPT-യുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കാലഘട്ടത്തിൽ, മനുഷ്യൻ ഗോളാന്തര യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മധ്യപ്രദേശിലെ അംഗനവാടിയിലെ കുട്ടികൾ ന്യൂസ് പേപ്പറിൽ കഞ്ഞി വിളമ്പി കുടിക്കുന്ന വീഡിയോ കണ്ടു, ഞെട്ടിപ്പോയി. ഞാൻ എന്നിട്ട് അത് AI ക്യാമറ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് സംശയിച്ചു. അല്ല, അത് ഒറിജിനൽ വീഡിയോ ആയിരുന്നു. ഈ ന്യൂസ് പേപ്പറിൽ കഞ്ഞി വിളമ്പിയാൽ ആ വെള്ളത്തിൽ പേപ്പറിന്റെ കൂട്ടത്തിലെ മഷിയും കലർന്നിട്ട് ആ കുട്ടികളുടെ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷണം എന്തായിരിക്കും? കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് എന്തറിയാം. എന്നാൽ അതേ അവസരത്തിൽ ഈ കേരളത്തിൽ ഒരു കുട്ടി ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു കളഞ്ഞു, ഞങ്ങൾക്ക് കഞ്ഞിക്ക് പകരം ബിരിയാണി തരുമോ എന്ന് ചോദിച്ചപ്പോ അടുത്ത ആഴ്ച വിളമ്പി. ഈ കേരളത്തിൽ അംഗനവാടികൾ ബിരിയാണി വിളമ്പുമ്പോ അവിടെ പേപ്പറിൽ കഞ്ഞി വിളമ്പുമ്പോ. ഇതാണ് ഉത്തരേന്ത്യയും കേരളവും തമ്മിലുള്ള വ്യത്യാസം. അത് കഴിഞ്ഞ് സ്കൂളിൽ പോയാലോ